സീതയുടെ ഭാഗത്തുണ്ട് തെറ്റ്. അനാഥയായ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത മുതലാണല്ലോ തർക്കം തുടങ്ങിയത്. ചാരുമോൾ അനാഥയല്ല സർ. രാമൻ അറിയാതെ മീര എന്നൊരു ആരാധിക അവനുണ്ടാകുന്നു. കൂടെ നിൽക്കാൻ ഞാൻ. ചാരുമോളുടെ കൂട്ട് ഇനി ഗംഗമോൾക്ക് വേണ്ടെന്ന അർച്ചനയുടെ നിലപാട് കുടുംബാന്തരീക്ഷം മോശമാക്കി. കൂടുതൽ അടുപ്പൊന്നും കാണിക്കരുതെന്ന്. ഇടയ്ക്ക് വരുന്ന സീതയുടെ ഫോൺ കോളിൽ മീരയ്ക്ക് ഒരു സംശയം. ഒന്നും കുത്തി കുത്തി ചോദിക്കണ്ട. എല്ലാവർക്കും ഉണ്ടാവും ചില രഹസ്യങ്ങള്, പുറത്ത് പറയാൻ മടിയുള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, വലിച്ചു പുറത്തിടണ്ട. എന്റെ അമ്മ ഒരു ചപ്പാത്തി കൊടുത്താ. മോനെ ഗിരി, എന്താ നിനക്ക് ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അല്ലേ, ഈ പണത്തിന്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് ശമ്പളത്തിന് എന്തെങ്കിലും തകരാറുണ്ടായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, ശമ്പളം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ എന്നും ടൈറ്റിലാണല്ലോ. അല്ല, ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? എന്റെ അച്ഛനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് കാശ് വേണമായിരുന്നു. വീടിപ്പോഴും ഓടിക്കുന്നത് എന്റെ ചേച്ചിയാണല്ലോ. അതിന് എന്തെങ്കിലും ഒരു അവസാനം വേണ്ടടാ. നിന്റെ കല്യാണവും കഴിഞ്ഞ് നിനക്കൊരു മോളുമായി. ഇപ്പോഴും വേറൊരു വീട്ടിൽ പോകേണ്ടവള് ഇവിടെ ഉള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക. ഇക്കണക്കിന് സീതയങ്ങ് പോയാ നീയും നിന്റെ ഭാര്യയും കുട്ടി എന്ത് ചെയ്യൂടാ? വായു വലിച്ചു കയറ്റി വിശപ്പടക്കുവോ? കഴിക്കാൻ വന്നിരുന്ന അപ്പൊ തുടങ്ങും ആലമ്പ് സംസാരം. അതോടെ വിശപ്പടങ്ങും. അർച്ചനെ, അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അത് മക്കൾ അറിഞ്ഞാ മതി, മരുമക്കൾ അറിയേണ്ട കാര്യമില്ല. അമ്മേ, ഒരു ചപ്പാത്തി എടുത്താ. ആഹാരം കഴിക്കുമ്പോഴെങ്കിലും അച്ഛനെ കണക്ക് പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? പറയരുതെന്നൊക്കെ ഉണ്ട് മോളെ. എങ്കിലും ചില നേരത്തെ അറിയാതെ ചിലതൊക്കെ അങ്ങ് വന്നു പോകും. ആരെന്ത് പറഞ്ഞാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് ഒരു പെങ്കച്ച വളർന്നു വരുന്നത്. ആ ബോധം വേറെ ആർക്കും ഇല്ലെങ്കിലും എനിക്കത് വേണമല്ലോ. അല്ല, പോവുകയാണോ? എന്നും 10 പതിവ്. ഇന്ന് 5 നിർത്തുവാണോ? ബാക്കി അതിന്ന് അച്ഛനങ്ങ് കഴിച്ചു. കോഴിക്ക് കൊടുക്കാൻ കൊണ്ടുപോവുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഡോസ് കൊടുക്കുന്നത് നല്ലതാ പൂസേ. മോള് കഴിക്കും. അപ്പൂപ്പൻ പറയുന്നൊന്നും കാര്യാക്കണ്ട കേട്ടോ. രാത്രി ഭക്ഷണം കുറയ്ക്കണമെന്ന് ഞാൻ ഗംഗയോട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൂസിന് ബാധക. അപ്പൂസ് വാരി വലിച്ച തിന്നുന്ന. എന്നിട്ട് എല്ലാരെയും കുറ്റം പറയുകയും ചെയ്യും അല്ലേ? പറയുന്നതാണോ മോളെ കുറ്റം? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? 5 ശമ്പളം ഉള്ളവന് ഒരു മനസാക്ഷിയില്ലേ? അത് മാത്രമാണോ? കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് സമ്പാദിക്കുന്നില്ലേ? എന്നിട്ടും നിന്നെ മാത്രം ആശ്രയിച്ച് ഇങ്ങനെ കഴിയുന്നത് വീട്ടിനകത്ത് ആളില്ലാത്തോണ്ടല്ലയോ? വെറുതെ പറഞ്ഞിട്ട് എന്താ അമ്മ കാര്യം? അവൻ മാറത്തില്ല. മാറുകയൊക്കെ ചെയ്യും, വീടിനകത്ത് അടുപ്പ് പുകയാണ്ടിരുന്നാല്. ഇന്നെന്റെ മാമനും മാമിയും തമ്മില് വഴക്കായിരിക്കും. അത്രയൊക്കെ കേട്ടിട്ടും ഇരുന്ന് കഴിച്ചോ? ഞാനൊരു 1000 തവണ പറഞ്ഞതാ വീട് മാറാൻ. പോട്ടെ, മാറുന്നില്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ അച്ഛന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരം നിർത്താനെങ്കിലും മാസം ചെലവിന് കൊടുത്തൂടെ? ഇന്ന് നീ കേട്ടതൊന്നും ഇതിനു മുമ്പ് കേൾക്കാത്തൊന്നും അല്ലല്ലോ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇന്നും പറഞ്ഞോളൂ. അതത്ര വലിയ മഹാസംഭവമായിട്ടൊന്നും കാണണ്ട. നാണം കെട്ടവർക്ക് ആരെന്ത് പറഞ്ഞാലെന്താ കേട്ടാലെന്താ? ആഹാരത്തിന് മുന്നിൽ ഇരിക്കുമ്പോഴെങ്കിലും ആ രീതിയിലുള്ള സംസാരം അങ്ങേര് നിർത്തണം. അതിനുള്ള അവസരം കൊടുപ്പിക്കാതെ അങ്ങേരുടെ വായ അടുപ്പിക്കണം. അതിനു വേണ്ടിയെങ്കിലും എന്തെങ്കിലും എറിഞ്ഞു കൊടുത്തൂടെ? ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. നീ എറിഞ്ഞു കൊടുത്തോ. പക്ഷേ അത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. നാണക്കേട് സഹിക്കാൻ വയ്യെങ്കിലേ നിനക്ക് ഇവിടുന്ന് പോവാം. മോളെ വിളിച്ചോണ്ട്
എന്നാൽ അതിന്റെ പേരിൽ എന്നോട് യുദ്ധം ചെയ്തെന്ന് കരുതി ഞാൻ എന്റെ രീതികളൊന്നും മാറ്റാൻ പോകുന്നില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, അത്രയും മതി. അതിന്റെ കൂടെ ഇനി മാസം മാസം ഒരു തുക കൂടി ഞാൻ ആരുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പോകുന്നില്ല. എന്റെ അമ്മോ, ഇതുപോലെ പിശുക്കനായ ഒരു ഭർത്താവിനെ ശത്രുക്കൾക്ക് പോലും കിട്ടല്ലേ? നിനക്കറിയാലോ, ഈ വിഷയത്തിന്റെ പേരിൽ എന്നോട് കലഹിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. നീയൊക്കെ ഇന്നത്തെ സുഖവും സന്തോഷവും മാത്രമേ കാണുന്നുള്ളൂ, നാളത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരു കണക്കധ്യാപകനായ ഞാൻ അങ്ങനെയല്ല. ഞാനേ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളാ. നാളെ ഒന്ന് കിടപ്പിലായാൽ നമ്മുടെ മോൾ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ സ്ഥിര നിക്ഷേപം വേണോടി. എന്നാ നിങ്ങൾ ഇവിടെ നിക്ഷേപിച്ചോണ്ടിരുന്നോ? ജീവിക്കണ്ട, ജീവിതം ആസ്വദിക്കണ്ട. എന്ത് ചെയ്യാനാ? ഗ്രഹണകാലത്ത് എന്റെ തലയിൽ വന്ന് വീണ ശനിപ്പിടിയായി പോയി എന്റെ തലയിലെഴുത്തു. ഞാൻ അത്രയ്ക്ക് മോശക്കാരനായി പോയെങ്കിൽ പൊയ്ക്കോളം നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? ഞാൻ ഇങ്ങനെയാ. ഈ ജന്മം മുഴുവൻ ഈ രീതിയിൽ തന്നെ ജീവിക്കും. അത് ഭാരമായി തോന്നുന്ന ഭാര്യയ്ക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. ഞാനങ്ങ് പോയാ അതും ലാഭം. അത്രയും ചെലവ് കുറയുമല്ലോ. എന്താ സംശയം? ഇടയ്ക്കിടയ്ക്കുള്ള ചുറ്റല്, ഡ്രസ്സ് വാങ്ങല്, അതൊക്കെ ഒഴിവാക്കി തന്നെ നല്ലൊരു തുക മിച്ചം പിടിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, എന്നെ മോളെ അങ്ങ് കൊല്ല്. അപ്പൊ പിന്നെ മിച്ചം പിടിക്കാനേ ഉണ്ടാവൂ. എന്നിട്ടേ അവസാനം ചിത കൂട്ടുമ്പോ ഇതെല്ലാം കൂട്ടിയിട്ട് അതിനോടൊപ്പം കത്തിക്കും. ആഹാ, കണ്ണാടിയുടെ മുമ്പിൽ നിന്നൊരുങ്ങിയ മോൾക്ക് ഈ സുന്ദരക്കുട്ടിയുടെ മുഖം കാണാൻ പറ്റുമോ? ഞാൻ കാണുന്നുണ്ടെല്ലാം, മനക്കണ്ണുണ്ട്. മോളെക്കാളും മുതിർന്ന കുട്ടികളെ പോലും സാധാരണ അമ്മമാരാ ഒരുക്കി വിടാറുള്ളത്. ഇതിപ്പോ എന്നെ ഒന്ന് തൊടിയിക്കുന്നത് പോലും ഇല്ലല്ലോ. സീതമ്മ എന്നെ തൊട്ടല്ലോ, ഒരുപാട് എന്നെ ഒരുക്കിയില്ലേ. എന്നിട്ടും എല്ലാം സ്വന്തമായി ചെയ്യാൻ ഞാൻ പഠിച്ചില്ലെങ്കിലും മണ്ടിയായി പോവും. നാളെ സീതമ്മ കല്യാണം കഴിഞ്ഞങ്ങ് പോയാ എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത്? അപ്പൊ എല്ലാം പഠിച്ചേ പറ്റൂ. അങ്ങനെ സീതമ്മ മോളെ വിട്ടിട്ട് എവിടെയും പോകുന്നില്ല. എന്നൊന്നും പറയണ്ട. രാമനങ്ങളൊന്ന് വിളിച്ച സീതമ്മ പോണം. ഞാൻ കാരണമാ രാമനങ്ങള് സീതമ്മയെ കല്യാണം കഴിക്കാതെ പോയത്. അതുകൊണ്ടിനി രാമനങ്ങള് വന്നാ സീതമ്മ പോയേ പറ്റൂ. പോയില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ, അത് അപ്പൊ നോക്കാം കേട്ടോ. ദേ നോക്കിയ സീതമ്മേ, എല്ലാം കറക്റ്റ് അല്ലേ? പിന്നെ ഞാൻ ഒരുക്കിയ പോലും ഇത്ര നന്നാവില്ല. സുന്ദര കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. അയ്യോ വാ വാ വാ, സമയം പോയി. ദാ പിടിച്ചോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഇതൊക്കെ ഇനി എന്നാ മോളെ നീ തനിയെ ചെയ്യുന്നത്? കുറച്ചും കൂടെ വളരുമ്പോ. വേറൊരുത്തുണ്ട് ഇവിടെ. കണ്ണു കാണാൻ വയ്യെങ്കിലും കാഴ്ചശക്തി ഉള്ളവരെക്കാൾ നന്നായിട്ടാ സ്വന്തമായിട്ട് ഓരോന്നും ചെയ്യുന്ന. മറ്റുള്ളവരെ കേൾക്കെ അവളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളത് പറയണമല്ലോ, അവളൊരു മിടുക്കി കൊച്ചു തന്നെ. മിടുക്കി തന്നെ അമ്മ. അവളെ പോഴത്തൻ എന്തൊരു ആവേശമാ. അവളെക്കാൾ എന്റെ മോള് സ്മാർട്ടാണെന്ന് എല്ലാരെ കൊണ്ടും പറയിക്കണം. അതിനുവേണ്ടി നേർച്ച വഴിപാടും വരെ ഉണ്ട് എനിക്ക്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പണം കളയുന്നത് മാത്രം മിച്ചം. നീ ഓരോ ദിവസം കഴിയും തോറും താഴേക്ക് വരിക. ആ നീ വാ, സ്കൂൾ ബസ് വരാൻ സമയായി. അപ്പൂസിന് എന്നെ അതുവരെ ഒന്ന് കൊണ്ടുവിട്ടൂടെ? ശരീരം ഒന്ന് വേർക്കട്ടെ അപ്പൂസെ, എന്നാലല്ലേ അസുഖങ്ങളൊക്കെ വരാതിരിക്കൂ. ഇടയ്ക്കൊക്കെ ഞാൻ കൊണ്ടേ വിടുന്നുണ്ടല്ലോ മോളെ. ഇടയ്ക്കിടയ്ക്ക് പോരാ, എന്നും കൊണ്ടുവിടണം. ഓ, മോളിവിടെ നിക്ക്. ഇതെന്താ കൊച്ചിനെ പുലി കളിക്കൊണ്ട് പോവാണോ? ആ ബട്ടണൊക്കെ നേരെ ചൊവ്വേ ഇട്ട് കൊടുക്കടി.
എപ്പോഴും അമ്മച്ചിയാ ഒരുക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രയോജനം? കൊച്ചിനുള്ള സൗന്ദര്യങ്ങളും ഇല്ലാതായി പോകും. ദേ നോക്ക്, ഒറ്റയ്ക്ക് ഒരുങ്ങുന്ന ഒരാളെ നോക്ക്. മറ്റെന്തെങ്കിലും കോപ്രായം ചെയ്തു വെച്ചിട്ടുണ്ടോ നോക്ക്. എന്തിനാ ചെയ്തു വെക്കുന്നേ? കണ്ണു കാണാൻ പാടില്ലാത്തവര് കൂടുതൽ ഒരുങ്ങിട്ട് എന്താ പ്രയോജനം? മാമി അത് എന്നെ കുത്തിയാ പറഞ്ഞ്. എനിക്കത് ഏശിയില്ല. ഗംഗക്കുട്ടി, ദാ, മുഴുവൻ കഴിക്കണം കേട്ടോ. വണ്ടി വരാൻ സമയായി, പെട്ടെന്ന് വാ. ഗംഗേ, ടാറ്റാ, ടാറ്റാ. ഇങ്ങനെ ടാറ്റ കൊടുത്തിട്ട് ആര് കാണാനാ? വാ ഇങ്ങോട്ട്. എവളും തരം കിട്ടിയ അവള് നമ്മുടെ മോളെ കുത്തിക്കോളും. കേട്ട് കേട്ട് എനിക്കിപ്പോ ഒരു രസമായ പൂസെ. ടാറ്റ മോളെ. ടാറ്റാ. എന്നാ ഞങ്ങളും പോയിട്ട് വരാം പൂസെ. ഓ ആയിക്കോട്ടെ. ടാറ്റാ ടാറ്റാ. ഇതിനെന്തിനാ ഇങ്ങനെ പഠിപ്പിക്കാൻ വിടുന്നേ? അതുകൊണ്ട് എന്താ പ്രയോജനം? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നിന്റെ മോളെ എന്തിനാടി പഠിപ്പിക്കാൻ വിടുന്നത്? പരീക്ഷാഫലം വരുമ്പോ അവളെ എല്ലാ വിഷയത്തിനും തോക്കും. പഠിക്കാത്തതിനെയൊക്കെ സ്കൂളിൽ വിടാതെ എന്തെങ്കിലും വീട്ടു ജോലി ചെയ്യിക്കുന്നതാ നല്ലത്. അമ്മയെ പോലെ തന്നെ മോളും തോന്നുന്നത്. തലയ്ക്കകത്ത് മൊത്തം ചെളിയാ. ഈ കിളവന് ഞാൻ ഒരു ദിവസം തീ വെക്കും. അല്ല, സുന്ദരിക്കുട്ടിയായിട്ട് സ്കൂളിൽ പോവാണോ? സ്കൂളിൽ പോവാതെ പിന്നെ ഓഫീസിൽ പോവാൻ പറ്റും. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങളൊക്കെ ആരാന്ന് മോക്ക് മനസ്സിലായോ? പിന്നെ ഞാൻ വലിയ മറവിക്കാരിയാണോ? അമ്മണി ചേച്ചിയല്ലേ സംസാരിക്കുന്നേ? എന്റെ അമ്മോ, 4-5 ദിവസത്തെ പരിചയമേ ഉള്ളൂ. എന്റെ അടുത്ത് ഒരാളൂടെ ഉണ്ട്. മനസ്സിലായി, രണ്ടുപേരുണ്ടെന്ന് പറയണ്ട. മാധവി ചേച്ചിയല്ലേ? നല്ല കാര്യായി. ഒരാൾ ഒരു തവണ അടുത്തൂടെ പോയാ മതി, മണം പിടിക്കും മോള്. കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, കിട്ടും. ഇക്കാര്യത്തില് അവൻ പോലും ചാരുമോളുടെ മുമ്പിൽ മുട്ടുമടക്കും. എന്നുവെച്ചാ കഷ്ടിച്ച ഓർമ്മയായപ്പം മുതല് ശബ്ദം കേട്ടും മണത്തും ഒക്കെ പലതും തിരിച്ചറിയാൻ തുടങ്ങിയതാണല്ലോ. അതുകൊണ്ടിപ്പോ നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ആരടുത്തൂടെ പോയാലും അവൾക്കറിയാൻ പറ്റും. സമ്മതിച്ചു സമ്മതിച്ചു മോളെ. ഞങ്ങള് പോട്ടെ മോളെ. കടുത്തുമാമ, ഓ സോഴ്സൊക്കെ വെള്ളം തൊഴണേ. ഓ ആൾക്കാര് മണല് വാരി വാരി, കായല് ഭയങ്കര കുഴിയാ, നോക്കിക്കോണേ. മോള് പറഞ്ഞാ പിന്നെ കടത്തുമാമ നോക്കാതിരിക്കൂ. പിന്നെ പുഴമീൻ കിട്ടുവാണ് മാമ വാങ്ങിച്ചോണ്ട് വരാട്ടോ. ആയിക്കോട്ടെ. എന്നാ ശരി കുമാരേട്ടൻ. ടാറ്റാ കടുത്തുമാമ. ഓ നിനക്ക് പുഴമീൻ അത്രയ്ക്ക് ഇഷ്ടാ? ആ, ശരിക്കും? പാവം, കണ്ണ് കാണത്തില്ല. നല്ല ബുദ്ധി കൊടുത്തു ദൈവം. എല്ലാം തിരിച്ചറിയാനുള്ള കഴിവ്.
ബസ് വന്നല്ലോ. സീതമ്മ ഓടി ചെന്ന് കയറിക്കോ. ഞാൻ പയ്യെ നടന്ന് അങ്ങ് പൊയ്ക്കോളാം. അയ്യോ, മോളെ ഒറ്റയ്ക്ക് വിടാനോ? ദേ ബസ് വിട്ടുപോയി. ഞാൻ കാരണം സീതമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാ. അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേ. ഇനിയിപ്പോ ഓട്ടോ വിളിച്ചു പോയേ പറ്റൂ. നമുക്ക് അങ്ങ് നടക്കാം സീതമ്മ. അത്രയ്ക്ക് കാശ് ലാഭമല്ലേ. നടക്കുന്നതൊക്കെ സീതമ്മയ്ക്ക് ഇഷ്ടാ, പക്ഷേ വൈകും. ഓട്ടോ എങ്ങോട്ടേക്കാ? മള്ളിയൂര്. ഇവിടെ നിർത്തിയാ മതി. എത്രയായി? 30 രൂപ. 30 രൂപയുടെ ഓട്ടോ ഓടിയില്ലല്ലോ മാമ. ഓടിയില്ലേ? ആര് പറഞ്ഞു ഓടിയില്ലെന്ന്? സീതമ്മേ, മീറ്റർ നോക്കിയേ. മോള് പറഞ്ഞ ശരിയാണല്ലോ, 23 ആയിട്ടുള്ളൂ. മീറ്ററിൽ അങ്ങനെ കാണിക്കും. ചില്ലറ തരാൻ എൻ്റെ കയ്യിലില്ല. വേണ്ട, എന്റെ കയ്യിലുണ്ട്. 7 രൂപ വെറുതെ കിട്ടത്തില്ലല്ലോ മാമ. ആ, അത് തന്നെ. ദാ വെച്ചോ. മോള് വാ. നീ കാരണം 7 രൂപ ലാഭമായി. കാണാൻ വയ്യെന്നാ തോന്നുന്നേ. എന്നിട്ടും എന്തൊരു നിശ്ചയം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ. എന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. കൊണ്ടോട്ടി രാജേന്ദ്രൻ. ഓ, മനസ്സിലായി. അറിയാലോ, പിന്നെന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞാൻ ആരുടെയും 1 ഇഞ്ച് ഭൂമി പോലും എടുത്തിട്ടില്ല. ഞാൻ അതേപ്പറ്റി അന്വേഷിച്ചു വരികയാണ്. അതിനുവേണ്ടി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാള് പ്രമാണവും കരം തീർത്ത രസീത് ഉൾപ്പെടെ രേഖകൾ എത്തിച്ചിട്ടുണ്ട്. സാറിൻ്റെതും ഇവിടെയുണ്ട്. ഇനി ഭൂമി കാണണം. അതിനുവേണ്ടി ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അതൊക്കെ നേരത്തെ ഇവിടുന്ന് സാറന്മാര് ചെയ്തിട്ടുള്ളതാ സാറേ. ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തില് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തിയതൊന്നും ഞാൻ മുഖവിലക്കെടുക്കാറില്ല. അവിടെ എനിക്ക് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടണം. പുതിയൊരു നാട്ടില് അതിപ്പോ പോലീസുകാരായ പോലും അവിടെയുള്ള പ്രമാണിമാരെയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കും. അത് കൂട്ടായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാനാ. എനിക്ക് പ്രമാണിമാരെന്നും പാവപ്പെട്ടവരെന്നും 2 തട്ടില്ല. എല്ലാവരെയും ഞാൻ ഒരേ കണ്ണുകൊണ്ട് തന്നെയാ കാണുന്നത്. പലരുടെ കയ്യിൽ നിന്നും വസ്തുവകൾ വാങ്ങിയിട്ടാ ഞാൻ ഹോട്ടലിന് തറക്കല്ലിട്ടത്. എന്നിട്ട് അവസാനം ഒരു തെണ്ടി ഒരുത്തൻ 5 സെന്റിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അതിന് തുരങ്കം വെക്കോ നോക്കണോ നിങ്ങള്? ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം തെണ്ടി എന്ന പേര് ചേരുന്നത് ആർക്കാണെന്ന്. ഇത് കുറച്ച് ഭരിച്ചിട്ടേ പോകൂ. കുടുംബമില്ലാന്ന് തോന്നുന്നു, അതിന്റെ തള്ളല. കുടുംബം ഉണ്ടായാലും ഞാൻ ഇങ്ങനെയാ. കുടുംബത്തിന് വേണ്ടി ഞാൻ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പുതിയ ഓഫീസർ വന്നപ്പോ വിശ്രമമില്ല ആർക്കും, അല്ലേ? ചിലവളുമാരുണ്ട് ഇങ്ങനെ. അവളുമാരോട് ജീവിക്കത്തുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കത്തുമില്ല. അതെ രാജേന്ദ്ര സാറേ, മാസാമാസം കിട്ടുന്ന സാലറിയും വാങ്ങി മാന്യമായി ജീവിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. എല്ലാം
അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഇതിനെ ഒരു വില്ലേജ് ഓഫീസ് എന്ന് വിളിക്കാം. തോന്നി സാറിന് പറ്റിയ കൂട്ടാന്ന്. സാറിന്റെയൊക്കെ എതിർപ്പിനെ മറികടന്നിട്ടാ ഞാൻ ഇവിടെ പലതും സാങ്ഷനാക്കി എടുത്തത്. അതുകൊണ്ട് മത്സരത്തിനാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അതൊക്കെ സാറിന്റെ ഇഷ്ടം. പിന്നെ സ്ത്രീയാണെന്നൊന്നും നോക്കണ്ട, തീയിൽ കുരുത്ത ആളാ പുതിയ വില്ലേജ് ഓഫീസർ. അത് മനസ്സിലായി. തീയിൽ കുരുത്ത ആള് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക നാടിതത്ര നല്ലതല്ല. പറഞ്ഞേക്കെ സീത സാറിനോട്. ഒരടി കിട്ടിയാലേ രക്ഷിക്കാനൊരു ശ്രീരാമനും വരാൻ പോകുന്നില്ലടോ. അങ്ങേരെ പിണക്കുന്നത് അത്ര നല്ലതല്ല സാറേ. ഒന്ന് ചുമ്മാരിടോ. ഇവനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെയാ. ഓ, ഒന്നും മിണ്ടാതിരിക്കണോ, പണി ചെയ്യാൻ സമ്മതിക്കൂല ഇവര്. ആ, നമ്മൾ ഇന്നലെ ഒരു ഹോംവർക്ക് പറഞ്ഞിരുന്നു. ഇലക്ട്രിക് പോൾസ് ആർ പ്ലേസ്ഡ് അറ്റ് gaps of 2 kilometers each. If Ray counted 30 electric poles on a car drive, how far had he driven? എന്താ അതിന്റെ ഉത്തരം? ഒരു ഹോംവർക്ക് തന്ന ഒറ്റയാണത് നോക്കത്തില്ല. പിന്നെ നിങ്ങളോടൊക്കെ വായിട്ടളച്ചിട്ട് എന്താ കാര്യം? ആകെ 6-7 കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ചൂടായി അവരെ കൂടി കളയണ്ട. നിങ്ങളൊക്കെ നല്ല മക്കളാ. നോക്കിക്കോ, ഇവിടെ ട്യൂഷന് വരുന്നതുകൊണ്ട് നിങ്ങളായിരിക്കും ക്ലാസ്സിൽ ഒന്നാമതെത്തുന്നത്. മിടുക്കരായിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്, എന്താ കുഴപ്പം? നിങ്ങളോട് ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് ഉത്തരം പറ. ഇലക്ട്രിക് പോൾസ് ആർ പ്ലേസ്ഡ് അറ്റ് gaps of 2 kilometers each. If Ray counted 30 electric poles on a car drive, how far had he driven? ഇക്കണക്കിന് പോയാലേ എനിക്ക് ചൂരലെടുക്കേണ്ടി വരും. ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം മാമ. 58. ശരിയാണോ മാമ?